ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പിന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തില് സാധാരണക്കാരൻ നീതി തേടി പോകുന്നത് പോലീസിലേക്കാണ്. ആ പോലീസ് സംവിധാനം പരാജയപ്പെടുമ്പോഴാണ് കോടതിയിലേക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറിയിലേക്ക് ആശ്രയം പ്രാപിക്കുന്നത്. സാധാരണക്കാരൻ അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ സാധാരണക്കാരൻ പോലീസിന് എടുക്കുന്ന നീതി കിട്ടാതെ ജുഡീഷ്യറിയിലേക്ക് പോകുമ്പോൾ അത് ഭരണകൂടത്തിന്റെ പരാജയമാണ്. പക്ഷെ ഈ സർക്കാരിന് ഒരു ഉളുപ്പുമില്ലാത്തത് കൊണ്ട് ഇത് ഭരണകൂടത്തിന്റെ പരാജയമാണെന്നൊന്നും അവർ സമ്മതിക്കില്ല. ഈ പാലക്കാട് തോറ്റിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ ഇതും തോറ്റിട്ടില്ലെന്ന് തന്നെ പറയുള്ളൂ. പിന്നെ കേരളത്തിലുണ്ടല്ലോ, ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കേരളത്തിലെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള കേന്ദ്ര തലത്തിൽ നിന്ന് ഇറങ്ങുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാന പോലീസിന്റെ പെർഫോമൻസിന്റെ റാങ്കിങ് UP പോലീസിനും ബീഹാർ പോലീസിനും താഴെയാണ്. നമ്മുടെ പോലീസിന് തൊട്ട് താഴെയുള്ളത് വെസ്റ്റ് ബംഗാളാണ്. അതായത് 28 സംസ്ഥാനങ്ങളുള്ളതിൽ 18, 19, 20 റാങ്കുകളിലൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള പോലീസിന്റെ റാങ്ക്. ഏത് യോഗി ഭരിക്കുന്ന UPയുടെ പോലീസിനേക്കാളും മോശമാണ് കേരളത്തിൻ്റെ പോലീസിന്റെ പെർഫോമൻസ് റാങ്കിങ്. ഇനി സാധാരണക്കാരന് നീതി കിട്ടത്തില്ല, അതുകൊണ്ട് ജുഡീഷ്യറിയിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അട്ടപ്പാടിയിലെ ആ മധുവിൻ്റെ കേസിൽ അമ്മ കോടതിയിൽ പോയാണ് നീതിക്കായിട്ട് അഭയം പ്രാപിച്ചത്. വാളയാർ കുട്ടികളുടെ അമ്മ CBI അന്വേഷണം കൊണ്ടുവന്നത് കോടതിയിൽ പോയതിനു ശേഷമാണ്. തൃശ്ശൂർ വിനായകൻ തലമുടി നീട്ടി വളർത്തിയെന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി മർദ്ദിച്ചു, അതിന് മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ആ തൃശ്ശൂരിലെ വിനായകന്റെ അച്ഛൻ കോടതിയെ സമീപിച്ചിട്ടാണ് നീതിക്കായി പോരാട്ടം നടത്തുന്നത്. പോലീസിനെടുക്കുന്ന നീതി കിട്ടിയിട്ടില്ല. വരാപ്പുഴ ശ്രീജിത്തിന്റെ ബന്ധു, അവരും പോലീസിനെടുക്കുന്ന നീതി കിട്ടിയിട്ടില്ല, അവർ കോടതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ജിഷ്ണു പ്രണോയുടെ അമ്മ, അവർക്കും പോലീസിന് കഴിഞ്ഞ് നീതി കിട്ടിയിട്ടില്ല. പാർട്ടി കുടുംബമായിട്ട് പോലും അവരുടെ അമ്മ മഹിജയെ റോട്ടിലിട്ട് വലിച്ചഴച്ചു, അവരും കോടതിയെ തന്നെയാണ് നീതിക്ക് വേണ്ടി സമീപിച്ചിരിക്കുന്നത്. പൂക്കോട് സിദ്ധാർത്ഥന്റെ അച്ഛൻ, അദ്ദേഹത്തിനും നീതി പോലീസിനെ നിന്ന് കിട്ടിയില്ല. CBI അന്വേഷണം അദ്ദേഹം കോടതിയിൽ പോയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. കോടതി പോയാലും സർക്കാർ കൊടുത്തു, പക്ഷെ അവിടെ പോലും കോടതിയുടെ അടുക്ക് അദ്ദേഹം പോകേണ്ടി വന്നു. സർക്കാരിന്റെ അടുക്കിൽ നിന്നും പേപ്പറുകൾ കൃത്യമായി പോകാത്തത് കൊണ്ട് കോടതിയെ അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസിലാണെങ്കിൽ പോലും വൈഫ് മഞ്ജുഷ തഹസിൽദാർ ആയിട്ട് പോലും പാർട്ടി കുടുംബമായിട്ട് പോലും അവർക്ക് ഈ പോലീസ് സംവിധാനത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നീതിക്കായിട്ടാണ്. ഇങ്ങനെ നീതിക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരനായാലും തഹസിൽദാറായ മഞ്ജുഷയാണെങ്കിലും കോടതിയെ സമീപിക്കേണ്ട ഒരു പരാജിതമായ ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലവിലുള്ളത്. വിനു, ഇനി ജുഡീഷ്യറി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാലതാമസം ഉണ്ടാവുമായിരിക്കും, ഒക്കെ ഉണ്ടാവുമായിരിക്കും. എങ്കിൽ പോലും നീതി ഒരു ദിവസം വരും എന്നുള്ളത് ഉറപ്പാണ്. വിനു, ഈ പോലീസ് പെടുമോ, ദിവ്യ പോലീസ് പെടുമോ എന്നുള്ളതാണല്ലോ വിനുവിൻ്റെ ഇന്നത്തെ ഏഷ്യാനെറ്റ് ചർച്ചയുടെ കാർഡ്. തീർച്ചയായിട്ടും ദിവ്യ പോലീസ് പെടും വിനു. കാരണം ഈ FIR വിനു എടുത്ത് വെച്ച് വായിച്ചു നോക്കിയായിരുന്നു. FIR നമ്പർ 11/49/2024. ആ FIRന്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്, ഏതോ മാനസിക വിഷമത്തിൽ താമസിച്ച് വന്നിരുന്ന പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജ് സമീപത്തുള്ള ക്വാർട്ടേഴ്സിലുള്ള ബെഡ്റൂമിലെ ഫാനിൽ ഒരു പ്ലാസ്റ്റിക് കയറിൽ കെട്ടിത്തൂങ്ങി മരണപ്പെട്ടുവെന്നും മരണകാരണത്തിൽ മറ്റ് സംശയമൊന്നുമില്ലെന്നും ഏതോ മനോവിഷമത്തിൽ നിന്ന് FIRൽ എഴുതി വെച്ചിരിക്കുകയാണ്. FIRൽ ഏതോ മനോവിഷമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലീസിന്റെ വകതിരിവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു ജേർണലിസ്റ്റാണ്. നമ്മളെല്ലാവരും മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സൂയിസൈഡ് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കെട്ടിത്തൂക്കി ഉള്ള മരണ വാർത്തയാണെങ്കിൽ, അതായത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് വാർത്ത എഴുതുന്നത്. അത് മനോവിഷമമാണോ മറ്റാരെങ്കിലും കെട്ടിത്തൂക്കിയതാണെന്നോ നമുക്കറിയില്ല. നമ്മുടെ എഡിറ്റേഴ്സ് അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കുള്ള വകതിരിവ് പോലും ഈ FIR തയ്യാറാക്കിയ പോലീസുകാരില്ലായിരുന്നു. പോലീസുകാരൻ വളരെ കൃത്യമായിട്ട്, എൻ്റെ ആ കോപ്പി ഇരിപ്പുണ്ട്, ഏതോ മാനസിക വിഷമത്തിൽ നിന്ന്. ഈ പോലീസുകാരന് എങ്ങനെ അറിയാം മരിച്ച് കെട്ടിത്തൂക്ക നിലയിൽ കാണപ്പെട്ട നവീൻ ബാബു ഏതോ മാനസിക നിലയിൽ വിഷമത്തിൽ ആണ് കെട്ടിത്തൂങ്ങി മരിച്ചെന്നുള്ളത്? വിനു, സംരക്ഷിക്കേണ്ടവരെ എല്ലാം കൃത്യമായി സംരക്ഷിച്ച് തന്നെയാണ് FIR തൊട്ട് ഇന്നേക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും കേരള പോലീസ് ചെയ്തിട്ടുള്ളത്. വിനു, ജില്ലയിലെ 2ാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഇൻക്വസ്റ്റ് പോലീസ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ 174 CRPC അനുസരിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയ കളക്ടറിന്, അതായത് അരുൺ വിജയന്റെ സാന്നിധ്യത്തിൽ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. ഇനി അരുൺ വിജയന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരമായ ഭരണസിരാ കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും IAS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ സാന്നിധ്യത്തിൽ ഈ പോലീസ് ഇൻക്വസ്റ്റ് നടക്കേണ്ടതാണ്. ആ പോലീസ് ഇൻക്വസ്റ്റ് അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബ്ലഡ് റിലേറ്റീവ്സ് ഒപ്പം ഉണ്ടായിരിക്കണം എന്നുണ്ട്.
ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയ കളക്ടറിന് അറിയത്തില്ലേ തൻ്റെ തൊട്ടു താഴെയുള്ള സബോർഡിനേറ്റ് ആയ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിലേറ്റീവ്സ് പോലീസ് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ഉണ്ടാകണമെന്നുള്ളത് ഈ അരുൺ വിജയൻ അറിയത്തില്ലേ? അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അരുൺ വിജയൻ കളക്ടർ സാധനം ആ ജോലി ഉണ്ടല്ലോ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോണം. അല്ലാതെ ഓഫ് ദ റെക്കോർഡ് ആരെങ്കിലും നിർദ്ദേശത്തിലോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ മുഖ്യമന്ത്രിയെ പോയി രഹസ്യമായി കണ്ട് കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കല്ല ചെയ്യേണ്ടത്. വിനു, ഇനി അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ ഈ കുടുംബം ഈ കളക്ടറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്താവുള്ളൂ. ആ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കളക്ടർ അതിന് സമ്മതിച്ചിട്ടില്ല. കുടുംബം വരുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട്. പാർട്ടിക്കാരുടെ വിഹാര കേന്ദ്രമായ എന്ത് തിരിമറിയും നടത്താവുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. യാതൊരുവിധ തെളിവുകളും ഇനി അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. ഇനി അതുപോലെ തന്നെ ഇവനും ഈ സർവീസ് നിയമം അനുസരിച്ചിട്ട് ഗവൺമെന്റ് സർവൻസിന്റെ സർവീസ് നിയമം അനുസരിച്ചിട്ട് ഇങ്ങനൊരു യാത്രയയപ്പ് ഇദ്ദേഹം റിട്ടയർ ആയി അല്ല പോകുന്നത്. ഇങ്ങനെ ഒരു ഫെയർവെൽ എന്റർടൈൻമെന്റ് നടത്താനുള്ള ചട്ടമില്ലെന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ ഒരു ഇല്ലാത്ത ഒരു ഇങ്ങനെ ഒരു ചട്ടലംഘന നടത്തിയ ഒരു ഫെയർവെൽ നടത്തി എന്നുള്ളത് മാത്രമല്ല, അതിൽ പോയിട്ട് ചെയറായിട്ട് കളക്ടർ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോഴും കളക്ടറിന്റെ പണി അറിയത്തില്ല എന്നുള്ളതാണ്. ഇനി കളക്ടറോടൊപ്പം ഇരുന്നത് മാത്രമല്ല, കളക്ടർ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് ഈ പ്രതി എന്ന് നമുക്ക് സംശയം തോന്നുന്ന PP ദിവ്യയുമായിട്ട് പലതരത്തിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും ഫോൺ കോളുകളും പോവുകയും ഈ PP ദിവ്യ പരസ്യശാസനം നടത്താൻ വേണ്ടി അവിടെ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗൂഢാലോചനയില്ലേ? ആ ഗൂഢാലോചന അന്വേഷിക്കേണ്ട ഇതൊന്നും അതിനകത്ത് നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ADMന്റെ മരണശേഷം എന്തിനാണ് ഈ കളക്ടർ ഇത്ര വെപ്രാളം? എന്തിനാണ് അയാൾ ബോഡി അക്കമ്പനി ചെയ്യുന്നത്? ഇൻക്വസ്റ്റിൽ പോയി നിന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം കുടുംബം പറയുന്ന പോലെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ വീട്ടിൽ കയറി ചെല്ലാൻ നോക്കുന്നു. പിന്നെ ട്രെയിനിലിരുന്നിട്ട് പുള്ളി കവിത എഴുതി അയക്കുന്നു, കഥ എഴുതി അയക്കുന്നു. എന്തിനാണ് ഇത്രമാത്രം വെപ്രാളം? ഞാൻ കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ, എനിക്കതിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ, എനിക്കതിൽ ഒരു രീതിയിലുള്ള റോൾ ഇല്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് ആ കോൺസ്പിറൻസിയിൽ ഒരു പങ്കും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വെപ്രാളം ഈ കളക്ടർ കാണിക്കുന്നത്? ഇനി ഇതെല്ലാം പറയുമ്പോൾ വിനു, ഈ കളക്ടറിനെയോ ഈ പ്രശാന്തിനെയോ ഈ PP ദിവ്യയോ ഗൗരവപരമായിട്ട് ഒരു ചോദ്യം ചെയ്യലും നടന്നിട്ടില്ല. വിനു, കളക്ടറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യേണ്ടത് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതിന് പകരം മാഡം എന്ന് വിളിക്കുന്ന PP ദിവ്യ മാഡം എന്ന് വിളിക്കാൻ നിർബന്ധിതനാകുന്ന CIയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക. കളക്ടർ സാറിനെ കാണുമ്പോൾ സെല്യൂട്ട് അടിക്കേണ്ട CI സാറിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക. ഇത് ആറെടുക്ക കാണിക്കുന്ന നാടകമാണ്. എന്നിട്ട് ശ്രീ MV ഗോവിന്ദൻ പറയുകയാണ് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, CBI അന്വേഷണം വേണ്ട. അന്നും ഇന്നും എന്നും ഞങ്ങൾ CBIക്കെതിരാണ്. MV ഗോവിന്ദൻ 2022 പാർട്ടി സെക്രട്ടറി ആയത്. 2024 സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇവിടെ ഈ CBI അന്വേഷണം മുഖ്യമന്ത്രി അനുവദിച്ചപ്പം MV ഗോവിന്ദൻ അത് ഒളിവിൽ വല്ലതായിരുന്നോ? ഈ CBIക്കെതിരെ ഇത്രമാത്രം പുള്ളിക്ക് വൈരാഗ്യവും CBIയിൽ വിശ്വാസമില്ലാത്ത ഈ മനുഷ്യൻ ഒളിവിലായിരുന്നോ? അതോ വിദേശ ടൂറിൽ വല്ലതായിരുന്നോ? അതോ മുഖ്യമന്ത്രി പാർട്ടിയിൽ അന്വേഷിക്കാതെ ഗോവിന്ദനോട് ചോദിക്കാതെയാണോ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്? വിനു, അതിലെ പലതും ചോദിക്കേണ്ടി വരും. അതോ അദ്ദേഹം ഈ കേരളയിലെ അപ്പക്കച്ചവടത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി? ആ പ്രോജക്ട് റിപ്പോർട്ടിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ വിനു. ആ പ്രോജക്ട് ക്ഷമറഭിലാഷ്, ഇനിയും ശരിയായി അന്വേഷിക്കപ്പെടാത്ത ഒന്നാണ് പ്രശാന്ത് എന്ന് പറയുന്ന TV പ്രശാന്ത് എന്ന് പറയുന്ന ഈ പമ്പിന് അപേക്ഷിച്ച ആളുടെ പങ്ക്. അയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന